ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡിനെ കുറിച്ചാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ മറ്റു ലൈസൻസ് അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ എടുക്കുന്ന പോലെ പാൻ കാർഡും എടുത്തു വെക്കാറുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. പാൻ കാർഡ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്ന് ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാൻ കാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ബാങ്കിൽ ഒരു 50,000 മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ എംപ്ലോയർ നിങ്ങളോട് പറയും നിങ്ങൾ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് ഗവൺമെൻറ്റിന് മനസ്സിലാക്കാനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് 5 ഹെഡിലാണ് ഇൻകം വരുന്നത്. ഒന്ന് സാലറി, ഒന്ന് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകം, അതോ പ്രൊഫഷനിൽ നിന്ന് വരുന്ന ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളൊരു സ്ഥലം വെക്കുകയോ അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് വരുന്ന ഇൻകം, പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം. ഈ ഒരു 5 ഹെഡിലാണ് പ്രധാനമായിട്ട് ഇൻകം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ ഗവൺമെൻറ്റിന് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ സാലറി കിട്ടുന്ന ആളാണെങ്കിൽ എംപ്ലോയർ നമുക്കറിയാം TDS പിടിക്കും. അത് അദ്ദേഹത്തിൻ്റെ പാൻ നമ്പറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ഇത്ര സാലറി കൊടുത്തു, അതിൻ്റെ എത്ര നിശ്ചിത പെർസെൻറ്റേജ് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി സാലറി എത്രയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ റെൻറ്റ് കിട്ടുന്ന ആളാണെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 10% TDS പിടിക്കും. 2,40,000 ആയിരുന്നു, അതിപ്പോൾ എമൗണ്ട് മാറ്റിയിട്ടുണ്ട്. 10% TDS പിടിക്കും. അപ്പോൾ TDS പിടിക്കുന്നതോടുകൂടി എത്രയാണ് റെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷെയർ വാങ്ങി വിൽക്കുന്ന ആളുകളുടെ കൃത്യമായ ഡാറ്റ ഇൻകം ടാക്സിൻ്റെ സൈറ്റിലുണ്ട്. ഈ ഒരു 5 സോഴ്സിൽ നിന്ന് വന്ന ഇൻകം കറക്റ്റായിട്ട് ഗവൺമെൻറ് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സോഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്, എത്രയാണ് വന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടീസ് നിങ്ങൾക്ക് വരും.